കഴിഞ്ഞ ദിവസമാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യൻ്റെ ഭാര്യ റോണു സീരിയൽ താരം സുചിത്ര നായർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. തൻ്റെയും ആദിത്യൻ്റെയും ജീവിതത്തിലേക്ക് സുചിത്ര വന്നതോടെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായെന്നും സാമ്പത്തികമായി പല ഇടപാടുകളും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നും റോണു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 1.5 വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് ആദിത്യൻ മരിച്ചത്. അന്ന് സാന്ത്വനം സീരിയൽ സംവിധായകനായ ജനപ്രിയനായിരുന്നു ആദിത്യൻ. നെഞ്ചുവേദനയെ തുടർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സംവിധായകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സുചിത്ര നായർ നായികയായ വാനമ്പാടി സീരിയൽ സംവിധാനം ചെയ്തതും ആദിത്യനായിരുന്നു. സംവിധായകന്റെ മരണത്തോടെ ഭാര്യ റോണുവും 2 മക്കളും അനാഥരായി. മാത്രമല്ല ലക്ഷങ്ങളുടെ കടബാധ്യതയും പരിഹാരപ്പെടാതെ കിടപ്പുണ്ട്. ആദിത്യനുമായി സുചിത്രയ്ക്ക് നിരവധി പണമിടപാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് റോണു ആരോപിച്ചത്. അതേക്കുറിച്ച് സുചിത്രയുമായുള്ള ബന്ധത്തെക്കുറിച്ചും താൻ ചോദ്യം ചെയ്തത് തുടങ്ങിയപ്പോഴാണ് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയതെന്ന് റോണു പറഞ്ഞു. ഇപ്പോഴിതാ വിഷയവുമായി ബന്ധപ്പെട്ട് സുചിത്രയെ വിളിച്ചപ്പോൾ ലഭിച്ച പ്രതികരണമാണ് ഒരു യൂട്യൂബർ തന്റെ സ്വന്തം ചാനലിലൂടെ വെളിപ്പെടുത്തിയത്. ആദിത്യനുമായി സുചിത്രയുമായി വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ലെന്ന് യൂട്യൂബർ പറയുന്നു. സുചിത്രയുമായി അവിഹിത ബന്ധമായിരുന്നു ഭർത്താവിനെന്ന തരത്തിൽ റോണു സംസാരിക്കുന്നതായി തോന്നിയില്ല. പക്ഷെ കാശ് കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട്. സുചിത്ര ഇവരുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും പണം കൊണ്ടുപോയതിന് റോണുവിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് അറിയില്ല. ആദിത്യനുമായി വഴിവിട്ട ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എന്ന തരത്തിലുള്ള സൗഹൃദമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലാണ് ഞാൻ ഈ വിഷയത്തിൽ സുചിത്രയോട് സംസാരിച്ചപ്പോൾ ലഭിച്ച പ്രതികരണം. പിന്നെ ഒരാൾ വന്ന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലേ എല്ലാവരും സംസാരിക്കൂ. എന്നിരുന്നാലും സുചിത്ര റോണു ആദിത്യൻ വിഷയത്തിൽ പൂർണ്ണമായും തെറ്റുകാരിയാണെന്ന് ഞാൻ തറപ്പിച്ച് പറയുകയുമില്ല. കാരണം സത്യാവസ്ഥ നമുക്കറിയില്ല. അഭിമുഖം വൈറലായ ശേഷം റോണുവിനെ ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്ന് അവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു. കൂടുതൽ പൊട്ടിത്തെറികൾ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. സുചിത്രയ്ക്ക് ഒരുപാട് ഗുണ്ട ടീമുകളുമായി ബന്ധമുണ്ടെന്നും റോണു പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിലെ സത്യം എത്രത്തോളം എന്നറിയില്ല. ന്യായം അവരുടെ പക്ഷത്താണോ അവർക്കൊപ്പമായിരിക്കും ഞാൻ. റോണു സീരിയൽ മേഖലയിലുള്ള പലരെയും വെല്ലുവിളിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം ഇടയിൽ എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടം കൊണ്ട് തീരില്ല എന്നും യൂട്യൂബർ പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല. കാലം അതിന്റെ കാലങ്ങളിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടിരിക്കും എന്നാണ് റോണുവിന്റെ അഭിമുഖം വൈറലായപ്പോൾ സുചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സുചിത്ര അത്ര പാവമാണെന്ന് തോന്നുന്നില്ല. കുടുംബത്തെക്കാൾ വലുതല്ല സുഹൃത്ത്. കുറച്ചു കാലം വയ്ക്കാൻ ആദിത്യൻ ശ്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് ലഭിച്ച കമന്റുകൾ.